ഇത് നോക്ക് നിങ്ങൾ, നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണങ്ങളാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഉപകാരപ്പെടാതെ പോകുന്ന ഒരു 10 രൂപ ആയാലും നമുക്ക് ഉപകാരപ്പെടാതെ പോകുന്ന കാര്യങ്ങളാട്ടോ ഇത്. ഇവിടെ നോക്ക്, ഇത് സ്റ്റേപ്ലെയറാണ്. സ്റ്റേപ്ലെയർ അടിച്ചപ്പോൾ നോക്ക്, ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡേ കൊളത്തുന്നുള്ളൂ, മറ്റു സൈഡ് അങ്ങോട്ട് വരുന്നില്ല. കാരണം ഇവിടെ കണ്ടോ വളഞ്ഞിരിക്കുന്നു, കാണുന്നുണ്ടോ? വളഞ്ഞിരിക്കുക. അപ്പോൾ 50 രൂപ അവിടെ കൊടുത്ത് വാങ്ങിയ സ്റ്റേപ്ലെയറാണിത്. ഈ സ്റ്റേപ്ലെയർ ഇത് കൊണ്ടുവന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഉപയോഗം. ഇതിപ്പോൾ ഇതിൻ്റെ മേലെ അടിച്ച് അവിടെ നിൽക്കില്ല, കണ്ടോ? ഈ മേലത്തെ ചിലപ്പോൾ മേലെ തുളയില്ല, ചിലപ്പോൾ അടിയിൽ തുളയില്ല. അപ്പോൾ ഇതിവിടെ നിൽക്കില്ല. അപ്പോൾ ഈ 50 രൂപയുടെ ഈ സ്റ്റേപ്ലെയർ കളയേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആ 50 രൂപ നമുക്ക് പോയാൽ, എനിക്ക് ആ 50 രൂപ പോയില്ലേ, ഇനിയിപ്പോൾ ഇത് അവിടെ തിരികെ കൊണ്ടു കൊടുത്താൽ അവർ വാങ്ങുമോ? ഇല്ല. ഈ ഒരു സ്റ്റേപ്ലെയറിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അവർ നമുക്ക് 50 രൂപയ്ക്ക് ഈ സ്റ്റേപ്ലെയർ തരുമ്പോൾ ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല. ഇത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് ശരി നല്ലപോലെ വർക്കാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കളഞ്ഞ് നമ്മൾ വേറെ ഒരു 50 രൂപ കൊടുത്ത് വേറെ വാങ്ങണം. അതും ഇതാണ് അവസ്ഥ എങ്കിൽ അപ്പോൾ അടുത്ത 50 രൂപയും പോകും. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും പൈസ അനാവശ്യമായിട്ട് ചിലവായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പനിക്ക് ഇപ്പം എന്താ, അവരുടെ സാധനം വിറ്റുപോയി, അവർക്ക് 50 രൂപ കിട്ടി. പക്ഷെ ഇത് വാങ്ങിക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമോ ഇല്ലേ എന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. ഏതൊരു വിഷയമായെങ്കിലും ഇപ്പോൾ അങ്ങനെയാണ്. സ്വർണ്ണം എടുത്താൽ പോലും അങ്ങനത്തെ ഒരു വിഷയമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ മാർക്കറ്റുകളിൽ. അതുപോലെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഇതുണ്ടല്ലോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടെ അങ്ങോട്ട് വളഞ്ഞിരിക്കുകയാണ് കേട്ടോ, ഒരു തലക്ക വളഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് അമരാത്തത്. ഒരു സൈഡേ അമരുന്നുള്ളൂ, ഒരു സൈഡ് അമരുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു 50 രൂപ പോയി എന്ന് ഞാൻ പറയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ 50 രൂപ പോണതല്ല, നമ്മൾ ഒരു തൊഴിൽ ചെയ്യാണ് ഞാൻ, കണ്ടോ? ഒരു തൊഴിൽ ചെയ്യണം. അതിന് അത്യാവശ്യം വന്നിട്ട് നമ്മൾ ഈ സാധനം വാങ്ങി കൊണ്ടുവന്നിട്ട് ഇത് ആ ഒരു കാര്യത്തിന് കിട്ടിയില്ല എന്ന് വരുന്നത്, പറ്റിയില്ല എന്ന് വരുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു വിഷമമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ സാധനം വാങ്ങാൻ ഞാൻ 30 രൂപ ബസ്സിന് കൊടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ഈ സാധനം ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇനി പുതിയൊരെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ 30 രൂപ ബസ്സിന് കൊടുക്കണം. 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട്, എന്നിട്ടാണ് ഈ സാധനം എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ പണി ചിറ്റി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കമ്പനികൾ ഓരോ സാധനങ്ങൾ ഇറക്കണത്, അത് കാശ് തന്നിട്ട് അത് വാങ്ങുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഇല്ല. അതിപ്പോൾ വിറ്റ കടക്കാർക്ക് ഇപ്പോൾ ഇതിനെ പറ്റി ഉത്തരവാദിത്തമില്ല. അവർക്ക് കമ്പനി പാക്കറ്റാക്കി സീൽ ചെയ്ത് ഇടുന്ന സാധനമാണ്, അവരിപ്പോൾ ഇത് നോക്കിയിട്ടൊന്നുമല്ല തരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഉപകാരപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ ഞാൻ പറയണത് കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് 50 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് എനിക്കിത് ഉപകാരപ്പെട്ടില്ല എന്നിട്ട് പറയുന്നത്. കണ്ട, ഇതിങ്ങനെ വളഞ്ഞിരുന്നാൽ നമുക്കിത് ഇവിടെ കൊളത്തുന്നില്ല ഈ സാധനം. ഇതിങ്ങനെ അടിക്കും തോറും ഈ സാധനം ഈ പാക്കറ്റ് നിലത്തേക്ക് വീഴുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് അർജൻറ്റായിട്ട് ഇത് ഓർഡർ കൊടുക്കേണ്ടതാണ്. ഈ സാധനം വർക്കാവണില്ല. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും? അയൽവക്കത്ത് വല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തുണ്ടെങ്കിൽ അത് വാങ്ങി കൊടുത്തിട്ട് വേണം എനിക്കിത് അടിച്ച് ഫുള്ളാക്കാൻ. ഇനിയും പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കുന്നംകുളത്തേക്ക് പോകുമ്പോഴാണ് ഈ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കേട്ടോ ഓരോ പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു കാര്യം മാത്രമല്ല, സ്വർണം വാങ്ങിയാൽ പോലും നമുക്കത് വാങ്ങി അതൊരു ദിവസം ഇട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്ന് പിറ്റേന്ന് അത് കൊണ്ടു കൊടുത്താൽ അതിൻ്റെ പണിക്കൂലി അവർ കുറച്ചിട്ട് ആ സാധനം നമുക്ക് മാറ്റി തരുള്ളൂ. പുതിയ പണിക്കൂലി അവർക്ക് കൊടുക്കുക വേണം. അത്രക്കൊരു കാര്യത്തിനൊരു ഗ്യാരണ്ടി ഇല്ല, ഒരു ഉറപ്പുമില്ല. ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളല്ല ഇപ്പോൾ മാർക്കറ്റിൽ ഓരോ സാധനങ്ങളും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി ഇതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അതാണ് അവസ്ഥ. ഓക്കെ, തൽക്കാലത്തിന് എൻ്റെ പണി ചിറ്റി. ഇനിയിപ്പം വല്ല കുട്ടികളുടെ അടുത്ത്
സ്കൂളിൽ പഠിക്കണ കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ ഇതൊക്കെ കാണും. ഉണ്ടെങ്കിൽ വാങ്ങി കൊടുത്തിട്ട് വേണം ഞാൻ എടുക്കണ ജോലി എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട്. എന്നിട്ട് പിന്നീട് ഈ സാധനം വാങ്ങാൻ പറ്റുള്ളൂ.